പുഷ്പയല്ലേ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ട് മറ്റേ ആളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസൊന്നും അല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയത്, ശരിയാ, നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. അപ്പം ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം. ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ അത് ഉണ്ട്, കുറച്ച് ഒറ്റ ദിവസം മതി. ഈ പാലക്കാട് ഒരു ആക്ടിങ്ങിൽ ഓരോ ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും എന്താ പോലെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിന്റെ പല പല ലേയേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന അശോകന്റെ രോമാഞ്ചത്തിൽ അർജുന അശോകന്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയതാണ്. അപ്പൊ ഈ ഫഹദ് ഫാസിലിൽ ഇത്തരം ചെറിയ ചെറിയ മാനറിസംസ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇതിനകത്ത്. ഇതുപോലും കയ്യെത്തും ദൂരത്തിലെ ഫഹദ് ഫാസിലും ആവേശത്തിലെ മുണ്ടയായിട്ട് വരുന്ന ഫഹദ് ഫാസിലും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും രണ്ടറ്റത്താ, ശരിയാ. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവേശം പെർഫോം ചെയ്യുമ്പം ചില സമയത്ത് വൺമോർ ജിത്തു ആവശ്യപ്പെടുമ്പോൾ ജിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, പുതിയത് എന്തെങ്കിലും ഉണ്ടോ നമ്മള്. അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 11-നാണ് പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ഈദ്. എൻജോയ്. താങ്ക് യു.